നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. മാഹിയിലെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുക, അക്കാദമിക രംഗത്തെ പ്രതിസന്ധികൾ ഉടൻ പരിഹരിക്കണമെന്നും മാഹി ജോയിന്റ് കൗൺസിൽ ഓഫ് പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CBSE സിലബസ് പ്രകാരം മാഹിയിൽ 2025-26 അധ്യയന വർഷത്തെ ക്ലാസുകൾ ഏപ്രിലിൽ തുടങ്ങുകയും മെയ് മാസത്തെ അവധിക്ക് ശേഷം ജൂൺ മാസം വീണ്ടും ക്ലാസുകൾ തുടങ്ങി 2 മാസം പിന്നിട്ടിട്ടും ആവശ്യത്തിന് അധ്യാപകരില്ലാതെയും പാഠപുസ്തകങ്ങളില്ലാതെയും കുട്ടികൾ ദുരിതത്തിലാണ്. ചെറുകല്ലായി, ചെമ്പ്ര, മൂലക്കടവ് എന്നീ സ്കൂളുകളിൽ ഏകദേശം 3 വർഷം കാലമായി പ്രീ പ്രൈമറിയിൽ 3 അധ്യാപകരുടെ ഒഴിവുണ്ടെന്നും മൂലക്കടവ് LPയിൽ ആയാണ് ക്ലാസ് എടുക്കുന്നതെന്നും പുതുച്ചേരി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമപ്രകാരമുള്ള യോഗ്യത ഇല്ലാതെയാണ് ഇവിടെ ക്ലാസ് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫ്രഞ്ച് സ്കൂളിൽ അധ്യാപക തസ്തിക വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണെന്നും സ്കൂൾ തുറന്നിട്ട് 3 മാസമായിട്ടും അധ്യാപകർ ഇല്ലാതെയാണ് ക്ലാസുകൾ നടന്നുവരുന്നത്. മാഹിയിലെ 2 PM-ശ്രീ സ്കൂളുകളായ IKK ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലും ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലും കൃത്യമായി ഫണ്ടുകൾ വരുന്നുണ്ടെന്നും ചിലവഴിക്കാനുള്ള മാർഗരേഖയും ഉണ്ട്. അതുപോലെ തന്നെ കൃത്യമായി സ്കൂൾ അധികൃതർ പാലിക്കുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് അധ്യാപകരെ നിയമിക്കാൻ സാധ്യമല്ല. എന്നാൽ സ്കൂളിൽ എല്ലാ വിഷയങ്ങളും സ്ഥിരം അധ്യാപകർ വേണമെന്ന് നിർബന്ധവുമാണ്. മാഹി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മയ്യഴി ഭരണാധികാരികൾക്കും PM-ശ്രീ സ്കൂളിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലാത്ത സ്ഥിതിയാണെന്നും ചാലക്കര PM-ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകർ മാത്രമല്ല, ഓഫീസ് സ്റ്റാഫ് പോലുമില്ല. കേരള സിലബസ് പിന്തുടരുന്ന മാഹിയിൽ ഘട്ടം ഘട്ടമായി സിലബസ് മാറ്റാതെ പെട്ടെന്ന് CBSEയിലേക്ക് മാറ്റപ്പെട്ടത് നിരന്തര പരിശീലനം ലഭിക്കാതെയാണ് കുട്ടികൾ CBSE പൊതുപരീക്ഷ അഭിമുഖീകരിച്ചത്. ഇതുമൂലം സെന്റർ പ്രവേശന മെറിറ്റിൽ കേരള സിലബസ് പഠിച്ച കുട്ടികളെക്കാൾ CBSE സിലബസിലെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു. മാഹിയിലെ സ്വകാര്യ വിദ്യാലയങ്ങൾ എപ്പോഴും കേരള സിലബസ് ആണ് പിന്തുടരുന്നത്. അവർ മെറിറ്റ് ലിസ്റ്റിൽ വന്നതുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇതുമൂലം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത്. അതിനാൽ CBSE പാറ്റേൺ പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് നൽകി ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തണമെന്ന് മാഹി ജോയിന്റ് കൗൺസിൽ ഓഫ് പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സന്ദീപ് KV, ജനറൽ സെക്രട്ടറി അനിൽ CP, ട്രഷറർ സുനിൽ V, മദർ PTA റീജിയണൽ പ്രസിഡന്റ് സിനി KN, പ്രേമരാജ് PP, റാസിക് MK, രാജ K എന്നിവർ സംബന്ധിച്ചു. പഠനം കൃത്യമായി നടക്കുന്നില്ല എന്നതാണ് ഒരു വാസ്തവം. പക്ഷേ ഇത് ഇടണമെങ്കിൽ യൂണിഫോം ഇവിടെ വരണ്ടേ? കഴിഞ്ഞ വർഷം കൊടുത്ത യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഈ വർഷവും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത്. അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങി യൂണിഫോം ധരിച്ചിട്ടാണ് ഇന്ന് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത്. അപ്പോ യൂണിഫോം കൃത്യമായി കിട്ടുന്നില്ല, ഓർഡറുകൾ കൃത്യമായി വരുന്നുണ്ട്. വാങ്ങി അത് പാലിക്കാണോ പാലിക്കേണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കും, മാധ്യമപ്രവർത്തകർ പറയാനുള്ളത്, നിങ്ങളൊന്ന് മാഹിയിൽ നിങ്ങൾ നിരന്തരം പോകുന്ന ആളുകളാണ്, നിരന്തരം കാണുന്ന ആളുകളാണ്, അതിനൊന്നും യാതൊരു തരത്തില്ല. മാഹിയിലെ CO ഓഫീസ്, അതായത് എഡ്യൂക്കേഷൻ ഓഫീസ്, കൃത്യമായി മാഹിയിലുള്ള ഒഴിവുകളുടെ രേഖകൾ കൃത്യമായിട്ട് അത് കൃത്യമായി പുതുച്ചേരിയിലേക്ക് അയക്കുന്നുണ്ടോ? അതിനെ അയച്ചിട്ട് പുതുച്ചേരിയിൽ മാഹിയെ അവഗണിക്കുന്നതാണോ എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിച്ചതിന്റെ സമയം സംജാതമായിരിക്കുക. മാഹി സർക്കാർ സ്കൂൾ നേരിടുന്ന വിവിധങ്ങളായ ഗുരുതരമായ പ്രശ്നങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന് രൂക്ഷമായ അധ്യാപക ക്ഷാമം, യൂണിഫോം വിതരണം, അധ്യാപകരെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സർക്കാർ സ്കൂളുകൾ കൂട്ടി അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ വേണ്ട ഒരു പുതിയ തന്ത്രമാണ് മയ്യഴിയിലെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത്.